ഹലോ മക്കളെ. ഓക്കെ, അപ്പൊ നമ്മൾ ഭാഗങ്ങളുടെ സംഖ്യ അല്ലെ, പാർട്ട് നമ്പർ എന്നുള്ള ചാപ്റ്ററിൽ ആദ്യത്തെ ഭാഗം കുറച്ച് ഭാഗം മിസ് മക്കൾക്ക് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചാപ്റ്റർ മൊത്തം വളരെ ഈസിയാ എനിക്ക് അറിയാം. എന്നാലും അതിന്റെ അവസാന ഭാഗത്തേക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലെ, അതിന്റെ മക്കൾക്ക് കുഴപ്പിക്കുന്നുണ്ടോ? എന്നാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മിസ്സിന്റെ കൂടെ ഇന്ന് വരികയാണെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് അടിപൊളിയായിട്ട് കവർ ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ നമ്മളെ 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലേക്ക്. ഓക്കെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, അപ്പൊ മിസ് പറയട്ടെ, ഇന്ന് മിസ്സിന്റെ കയ്യില് 5 കേക്കുകളുണ്ട്. 5 കേക്കുകളുണ്ട്. അതിൽ താഴെ നോക്കിക്കേ 4 സുന്ദരി കുട്ടികളുണ്ട് അല്ലെ. ഈ 4 സുന്ദരി കുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ 5 കേക്കും എനിക്ക് ഈക്വലി ആയിട്ട് കൊടുക്കണം. ഈക്വലി ആയിട്ട് ആ 5 കേക്കും 4 പേർക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കും മിസ്? നീ നോക്കിക്കേ, ഈസി ആയിട്ട് നമുക്ക് അറിയാം. ഞാൻ ആ ഓരോ കേക്കും ആദ്യം ഓരോരുത്തർക്ക് കൊടുത്തു നോക്കട്ടെ അല്ലെ. ഇങ്ങനെ ഇതാ, ഒരു കേക്ക് ഞാൻ ഒരാൾക്ക് കൊടുത്തു. അങ്ങനെ അടുത്ത ഒരു കേക്ക് അടുത്ത ആൾക്ക് കൊടുത്തു. മിസ് ഇതാ 3ാമത്തെ കേക്ക് 3ാമത്തെ ആൾക്ക് കൊടുത്തു. 4ാമത്തെ കേക്കും കൊടുത്തു. ഇനി ഒരു കേക്ക് കൂടെ ബാക്കിയുണ്ട് അല്ലെ. അവിടെ ഒരു കേക്ക് കൂടെ ബാക്കിയുണ്ട്. ആ ഒരു കേക്ക് ഞാൻ ഈക്വലി 4 ഡിവൈഡ് ചെയ്താൽ ആ 4 പേർക്കും കൊടുത്തൂടെ മക്കളെ? 4 പേർക്കും കൊടുക്കാല്ലേ. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഈ ഒരു കേക്കിനെ കറക്റ്റ് 4 ഭാഗങ്ങളാക്കുമ്പോൾ അതിൽ ഒരു ഭാഗത്തിന് നമ്മൾ എന്താ പറയാ? അതിൽ ഒരു ഭാഗത്തിനെ 4ൽ ഒരു ഭാഗം 1/4 എന്ന് പറയായിരുന്നു അല്ലെ. അതിൽ ഒരു ഭാഗം 1/4 ആണ്. അടുത്തതോ അതും 1/4 ആണ്. അടുത്ത ഭാഗം 1/4 ആണ്. നമുക്കറിയാവുന്ന കാര്യം. ഓക്കെ, അപ്പൊ നമ്മള് ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഈ 4 സുന്ദരി കുട്ടികളുടെയും കയ്യില്, ഒരാളെ കയ്യില് എത്ര ഭാഗം കേക്ക് ഉണ്ടാവും എന്നാ മിസ് ചോദിച്ചേ. എത്ര ഭാഗം കേക്ക് ഉണ്ടാവും? അപ്പൊ നോക്കിയാലോ, ഒരു കേക്ക് ഒരാൾക്ക് കിട്ടി, അടുത്ത ഒരാൾക്ക് അടുത്ത കേക്ക് കിട്ടി, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കേക്ക് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഓരോ കേക്ക് വെച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാളെ കയ്യില് ഒരു കേക്കായി, അടുത്ത ആളെ കയ്യിലും ഒരു കേക്ക്, ഓരോ കേക്ക് വീതം കിട്ടിയിട്ടുണ്ട്. ഓരോ കേക്ക് വീതവും 5ാമത്തെ കേക്കിലെ 4 കഷ്ണാക്കിയതിൽ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ 1/4 ഭാഗവും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 1/4. മിസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1/4 ആണ്. ആ 1/4 കൂടെ കിട്ടില്ലേ? അപ്പൊ 1ന്റെ കൂടെ 1/4 കൂടെ കിട്ടില്ലേ? അപ്പൊ 1/4 എല്ലാവർക്കും കിട്ടും. അപ്പൊ ഓരോരുത്തരുടെ കയ്യിലും ഒരു കേക്കും അടുത്ത കേക്കിന്റെ ഒരു 1/4 ഭാഗവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരാളെ കയ്യിൽ 1/4 ഭാഗം കേക്ക് കിട്ടി. ഇങ്ങനെ മിസ്സിന്റെ കയ്യിൽ ഒരു 5 കേക്കും 4 കുട്ടികളായതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയത്. അത് ഒരുപാട് കേക്കും ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ മിസ് ഇങ്ങനെ എണ്ണി നോക്കണ്ടേ, വളരെ കഷ്ടപ്പാടായിരിക്കും അല്ലെ. അപ്പൊ അതിനേക്കാളും സിമ്പിൾ ആയിട്ട് ഈ 5 കേക്ക് നോക്കിക്കേ, ഈ 5 കേക്ക് 4 കുട്ടികൾക്ക് കൊടുക്കണം അല്ലെ. 5 കേക്ക് 4 കുട്ടികൾക്ക് കൊടുക്കണം. എന്താക്കിയാൽ മതി? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താ പോരെ. നോക്കിക്കേ എന്റെ മക്കള്, വേഗം കഴിയും. ആ 5 കേക്കിനെ 4 പേർക്ക് കൊടുക്കണമെങ്കിൽ 4 കൊണ്ട് ഹരിച്ചാ മതി. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എന്റെ മക്കൾക്ക് അറിയാം, ഡിവൈഡ് ചെയ്യാൻ അറിയാം. 5ല് 4 എത്ര തവണ പോകും മക്കളെ? ഒരു തവണയെ പോകുള്ളൂ. അപ്പൊ 4 എന്നിവിടെയല്ലേ നമ്മൾ എഴുതുക. 5ന്ന് 4 കുറച്ചാൽ എത്രയാ? 1 എന്ന് നമുക്ക് ശിഷ്ടം കിട്ടിയില്ലേ? ശിഷ്ടം 1 കിട്ടി. ഉത്തരോ 1 തന്നെയാ അല്ലെ. ഇതിനെ നമ്മള് മിക്സ്ഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നമായിട്ട് എങ്ങനെയായിരുന്നു എഴുതുക? ആദ്യം ഈ ഉത്തരം എഴുതൂല്ലേ, ഉത്തരം 1 എന്ന് എഴുതും. പിന്നെ എങ്ങനെ എഴുതുക? ശിഷ്ടത്തിന് വീണ്ടും നമ്മൾ 4 കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇതിന് നമുക്ക് മിശ്ര ഭിന്നമാക്കിയിട്ട്, നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് 1/4 എന്ന് എഴുതാം. 1/4. ഇതേപോലെ സിമ്പിൾ ആയിട്ട് അടുത്ത 3 ചോദ്യങ്ങൾ, ആകെ 3 ചോദ്യങ്ങളേ ഉള്ളൂ. ഒരു 3 ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് വേഗം ചെയ്ത് നോക്കിയാലോ? ഓക്കെ ആണോ? അപ്പൊ 1ാമത്തെ ചോദ്യം നോക്കിക്കേ മക്കളെ. ആദ്യത്തെ ചോദ്യം മിസ് വായിക്കട്ടെ. 8 മീറ്റർ റിബൺ 5 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര മീറ്റർ റിബൺ കിട്ടുന്ന ചോദിച്ചത്. അപ്പൊ ആകെ എത്രയുണ്ട്?
8 മീറ്റർ ഉണ്ട്, 5 പേർക്കാ കൊടുക്കേണ്ടത്. എന്താക്കിയാ മതി? ആ 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, ഹരിച്ച് നോക്കിയാൽ മതി അല്ലേ? അത് മാത്രമേ ഉള്ളൂ ചോദ്യം, അത് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ ഇല്ല. അത് അവസാനം ഇത് മീറ്ററും സെന്റിമീറ്ററും ആയിട്ട് പറയാനും കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഞാൻ 8 മീറ്റർ ഉള്ള ഒരു റിബൺ 5 പേർക്കല്ലേ വീതിക്കാൻ പറഞ്ഞത്? 5 പേർക്കാ വീതിക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പം 8 എന്നുള്ളത് 5 പേർക്ക് വീതിക്കുമ്പോ ഞാൻ എന്താക്കിയാ മതി? ഹരിച്ചു നോക്കിയാ മതി അല്ലേ? ഇവിടെ മിസ് ഹരിക്കാൻ വേണ്ടി പോവാണേ. 8 5 എത്ര പ്രാവശ്യം പോകും? 8 5 എത്ര പ്രാവശ്യം പോകും? ഒരു തവണയെ പോകുള്ളൂ, എനിക്കറിയാം. അപ്പൊ ഒന്ന് ഞാൻ മേലെ എഴുതി, 5 5 8ന് നേരെ താഴെ എഴുതി. എത്ര വരും? ശിഷ്ടമായിട്ട് എനിക്ക് 3 കിട്ടി. അങ്ങനെയാണ് നേരത്തെ എഴുതിയ പോലെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എനിക്ക് എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാം? 1 ഇവിടെ ഉത്തരം കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ 1 എഴുതി. അടുത്തത് ഈ 3നെ വീണ്ടും ഈ 5 കൊണ്ട് ഹരിക്കണം അല്ലേ? അപ്പൊ 3/5 എന്ന് വരും. 1/3/5 നമുക്ക് ഉത്തരം കിട്ടി. ഇതാണ് മീറ്റർ. അപ്പൊ മീറ്ററിലുള്ള ഉത്തരം കിട്ടി. ഇത് നേരെ സെന്റിമീറ്റർ ആവുമ്പം എന്താവും മക്കളെ? എന്താവും? ഇതിന് 100 കൊണ്ട് എന്താക്കിയാ മതി? ഗുണിച്ചു നോക്കിയാ മതിയില്ലേ? ഇതിന് നേരെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് സെന്റിമീറ്ററിലുള്ള ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് 8/5 അല്ലേ നമ്മൾ ചെയ്തത്? 8 മീറ്ററിന് 5 പേർക്ക് ഡിവൈഡ് ചെയ്തതാ. അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ നേരെ സെന്റിമീറ്റർ ഉള്ളത് കിട്ടി. ഇതെന്താ വരിക? 800 ഹരിക്കണം 5 എന്നാ വരിക. 800നെ 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിക്കേ മക്കളെ, എന്തായിരിക്കും വരിക? ഒരു തവണ പോകൂലേ 5, ബാക്കി എത്ര വരും? 3 വരും. എന്റെ മക്കൾക്ക് ഹരിക്കാൻ അറിയാം. ഈ 0 ഞാൻ നേരെ താഴോട്ട് ഇറക്കി എഴുതിയാല് 30 നായി. 30ല് ഇനി 5 എത്ര പ്രാവശ്യം പോകും? 6 തവണ പോകും. 6 5 30. ഞാൻ താഴെ ശിഷ്ട എഴുതി 0 എന്ന് കിട്ടി. ഇനി ഇവിടെ ഇറക്കി എഴുതാനുള്ള ഒരു 0 കൂടെ ഇല്ലായിരുന്നോ? അത് ഞാൻ മേലെ എഴുതി കൊടുത്താ പോരെ? അപ്പൊ 160 സെന്റിമീറ്റർ ആണ്. എത്ര മീറ്റർ? 1/3/5 അല്ലെങ്കിൽ 8/5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതേപോലത്തെ കാര്യം, ഇതേപോലെ സെയിം ആയിട്ടുള്ള 2 ചോദ്യോടെ ചെയ്താല് ഇതെന്റെ മക്കളെ മൈൻഡിൽ ഫിക്സ് ആവും. നേരത്തെ പോലെ എഴുതിയാൽ മതി, ഒരു മാറ്റവും ഇല്ല. നോക്കിക്കേ, അടുത്ത ചോദ്യം വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യം. ഇതേപോലെ തന്നെ 15 ലിറ്റർ മണ്ണെണ്ണ ഒരേപോലുള്ള 4 പാത്രത്തിൽ നിറച്ചു. ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ മണ്ണെണ്ണ ഉണ്ട് എന്നാണ് ചോദിച്ചത്. അത് ലിറ്ററിലും മില്ലി ലിറ്ററിലും പറയണം എന്നാ പറയുന്നത്. ലിറ്ററിലും മില്ലി ലിറ്ററിലും പറയണം. ഓക്കെ ആണോ? ഞാൻ ആദ്യം അത് ലിറ്ററിൽ തന്നെ കണക്കാക്കട്ടെ. ലിറ്ററിൽ കണക്കാക്കാൻ പോവാണേ. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? എത്രയായിരുന്നു പറഞ്ഞേ? 15 ലിറ്റർ മണ്ണെണ്ണ 4 പാത്രത്തിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 15നെ ഞാൻ ആദ്യം 4 കൊണ്ട് ഹരിച്ചു നോക്കണം, ഡിവൈഡ് ചെയ്ത് നോക്കണം. 15നെ 4 കൊണ്ട് ഹരിക്കുമ്പോ എത്ര വരും മക്കളെ? എത്ര തവണ പോകും? 3 തവണ പോകൂലേ? 3 4 12. 12 കഴിച്ചാൽ ബാക്കി 3 ഉള്ളൂ. ഓക്കെ ആണോ? അപ്പൊ എന്തായിരിക്കും നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിൽ ഉത്തരം എഴുതുക? മിക്സ്ഡ് ഫ്രാക്ഷനിൽ നമുക്ക് 3/4 എന്ന് എഴുതാം. 3/4. ഇത് തന്നെയാണ് എന്ത്? 15/4 എന്ന് പറയുന്നത്. രണ്ടും സെയിമാ. ഏത് എഴുതിയാലും മതി. അപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷനും ആക്കാം, അല്ലാതെ സാധാരണ രീതിയിലുള്ള ഫ്രാക്ഷനും ആക്കാം, പിന്നെ സംഖ്യ ആക്കിയിട്ട് എഴുതാം. ഓക്കെ ആണോ? ഇതാണ് എന്ത്? ഈ ഒരു ലിറ്റർ കണക്ക് നമുക്ക് കിട്ടി. ലിറ്റർ മില്ലി ലിറ്റർ ആക്കാൻ എന്താക്കണം? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര മില്ലി ലിറ്റർ ഒരു ലിറ്റർ ആവുക? 1000 മില്ലി ലിറ്റർ ഒരു ലിറ്റർ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ ഞാൻ എന്ത് ചെയ്യണം? മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ മതി. 15/4നെ 1000 കൊണ്ട് ഗുണിച്ചു നോക്കുക എന്ന് പറഞ്ഞാല് എന്താ വരിക? 15,000നെ 4 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി അല്ലേ? അവിടെ നേരെ ഗുണിച്ചിട്ട് നമ്മൾ 15,000നെ 4 കൊണ്ട് ഹരിച്ചു നോക്കണം. നമുക്കൊന്ന് ഹരിച്ചു നോക്കാം അല്ലെ? 15,000നെ 4 കൊണ്ട് നേരെ ഞാൻ ഹരിച്ചു നോക്കാണ്. എത്ര പോകും? 15ൽ എത്ര തവണ പോകും? നമ്മൾ നേരത്തെ പറഞ്ഞു 3 തവണ പോകും. 3 4 12. ബാക്കി 3 കിട്ടിയില്ലേ? ഒരു 0 ഞാൻ താഴോട്ട് ഇറക്കി എഴുതി 30 ആയി. 30ൽ എത്ര തവണ പോകും? 4. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 7 തവണ പോകും. 7 4 28. 7 4 28. അപ്പൊ 28 കഴിച്ച് ബാക്കി 2 വന്നു. ഇനി താഴേക്ക് ഞാൻ ഈ ഒരു 0 ഇറക്കി എഴുതി 20 ആയി.
20 പോവോ? 4 എത്ര തവണ പോവും? 5 തവണ പോവില്ലേ? 5 4 20. അപ്പൊ 5 4 20 എന്ന് കിട്ടി. ഇതാ ശിഷ്ടം 0 കിട്ടി. ഈ ഒരു 0 ഇറക്കി എഴുതാൻ ഉണ്ടായിരുന്നു, അത് ഞാൻ മേലോട്ടേക്ക് ഇട്ടു. ഓക്കെ ആണോ എന്റെ മക്കൾക്ക്? അപ്പൊ അത് മില്ലി ലിറ്ററിലേക്ക് കിട്ടി എനിക്ക്. മില്ലി ലിറ്റർ എത്ര? ഉത്തരം മില്ലി ലിറ്റർ കിട്ടിയ ഉത്തരം എത്രയാ? എനിക്ക് മില്ലി ലിറ്റർ കിട്ടി. 3750 മില്ലി ലിറ്റർ എന്ന് എനിക്ക് ഉത്തരം കിട്ടി. ഓക്കെ ആണോ? സെറ്റാണോ? ആ ഒരു എളുപ്പ വഴിയുള്ളൂ അല്ലെ. മില്ലി ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്താക്കിയാൽ മതി? 1000 കൊണ്ട് ഗുണിക്കണം. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഉത്തരം എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ, അതേപോലെ അത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുന്ന രീതിയാണ് മിസ് ഇതാ ഇവിടെ പറഞ്ഞത്. മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാൻ ഈസിയാണ്. നമ്മളൊന്ന് അരിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കള് വേഗം ഈ ഒരു ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 7 മീറ്റർ തുണി 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര മീറ്റർ തുണി കിട്ടുന്ന? 7 മീറ്റർ 4 പേർക്ക് വീതിക്കുകയാണ് ചെയ്യുന്നത്. ആകെ ചോദിച്ചത് എത്ര മീറ്റർ തുണി കിട്ടുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7നെ 4 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. 7/4 ആണ് ആൻസർ. അതിന് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് എന്റെ മക്കൾ ഓടിപ്പോയിട്ടൊന്ന് കമന്റ് ബോക്സ് പറഞ്ഞേ. നോക്കട്ടെ എത്ര പേർക്ക് ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും എന്ന് മിസ് ഒന്ന് നോക്കട്ടെ. ഓക്കെ ആണോ? അപ്പൊ എന്താ നോക്കിക്കേ മക്കളെ, അവസാനത്തെ ഒരു ചോദ്യം മക്കൾക്ക് വേണ്ടി മിസ് കൊണ്ടുവന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് എന്റെ മക്കൾക്ക് തന്നത്. അപ്പൊ അതിന്റെക്കാളും കുറച്ചുകൂടെ ചെയ്യാനുള്ളത് മിസ് സ്വന്തം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആകെ അതില് പുതിയ ഒരു പോയിന്റ് എന്റെ മക്കൾ പഠിച്ചതെന്താ? പുതിയതല്ല, എന്റെ മക്കൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. എന്ത്? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് എന്റെ മക്കൾക്ക് അറിയാം. അതേപോലെ എന്തറിയാം? 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് മക്കൾക്ക് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ മില്ലി ലിറ്ററിലേക്കും സെന്റിമീറ്ററിനും മീറ്ററിലേക്കും ഒക്കെ മാറ്റി ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ആ 2 മുന്നേ ഉള്ള പ്രോബ്ലത്തില്. അല്ലാതെ ഒന്നും എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ഒരു സെറ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഒന്ന് റെഡി ആയിട്ട് ചെയ്തിട്ട് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് കമന്റ് ബോക്സിൽ ഓടിപ്പോയി പറയും. ആരാണ് ആദ്യം ഇതിന് ഉത്തരം പറയാന്ന് മിസ് നോക്കൂ. അപ്പൊ ഇനിയും ഇതേപോലുള്ള വെറൈറ്റി ചോദ്യമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.